ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻമീലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റമളാൻ നോമ്പിന് നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ എളുപ്പമായി തീരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. എന്നാലും ഞാൻ ചെയ്തു വെക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാറില്ല നോമ്പിന് മുമ്പ്. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും. അടുക്കളയിൽ നിൽക്കുന്ന സമയമൊക്കെ കുറച്ചിട്ട് നമുക്ക് നോമ്പിൽ ചെയ്യേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചധികം സമയം കിട്ടുകയൊക്കെ ചെയ്യും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകും. നമുക്ക് നോമ്പിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് തേങ്ങ അല്ലേ. അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരവി വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ 2-3 തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരവി വയ്ക്കുകയാണ്. ഇതുപോലെ നമുക്ക് തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തേങ്ങ ചിരവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് തേങ്ങ ചിരവിയത് എടുത്തു വയ്ക്കുന്നത്. ഒരെണ്ണം നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കുന്നത്, മറ്റേത് നമ്മൾ ഫ്രീസറിൻ്റെ താഴെയുള്ള ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൻ്റെ താഴെ വെച്ച തേങ്ങ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റും. തേങ്ങ ആവശ്യമുള്ള സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം തണുപ്പ് മാറാൻ വേണ്ടി വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളതാണ് സവാള, ഉള്ളിയൊക്കെ. നമുക്ക് കറി വെക്കുന്നതിനാണെങ്കിലും പിന്നെ സ്നാക്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിനാണെങ്കിലൊക്കെ സവാളയൊക്കെ അത്യാവശ്യമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സവാള, ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ ഉള്ളി സവാളയൊക്കെ അരിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ സവാളയുടെയും സെൻറ്ററിലുള്ള സംഭവം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള അരിയുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിക്കൊടുക്കാം. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് സവാള അരിയുകയാണെങ്കിൽ നമ്മുടെ സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്നൊന്നും വെള്ളം വരികയില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇങ്ങനെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ തന്നെ ടിന്നിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വെളുത്തുള്ളി അരച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ചധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാനുള്ളതല്ലേ, അതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയും ഉപ്പും കൂടി ആഡ് ചെയ്തത്. വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടിന്നിൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല, നല്ലപോലെ തുടച്ചെടുക്കണം. ഇതുപോലെ തന്നെയാണ് ഞാൻ ഇഞ്ചിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്, തുടച്ചൊക്കെ കളഞ്ഞ്. ഒരു ടിന്നിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കുകയാണ്. ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പച്ചമുളക് നമുക്ക് ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പഞ്ചസാരയും ആ ഫ്രൂട്ട്സും തമ്മിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് നേരം മുമ്പായിരിക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പൊടിച്ച പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാരയും ഞാനൊരു ജാറിലാക്കി വെക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ബ്രെഡ് ക്രംസ് ആവശ്യം ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2-3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം.
ഈ ബ്രെഡ് ക്രംസിൻ്റെ ചൂടാക്കുന്നതനുസരിച്ച് ഒരു സൗണ്ട് കേൾക്കും. ആ ഒരു സൗണ്ട് കേൾക്കുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. ഇത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിക്കാനുള്ളതല്ലേ. അപ്പം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ആവശ്യമുള്ളതാണ് ഈന്തപ്പഴം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഈന്തപ്പഴം ഒരു ജാറിലാക്കിയിട്ട് അതും എടുത്തു വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോമ്പിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പത്തിരി ആയിരിക്കുമല്ലോ. പത്തിരിക്ക് ആവശ്യമുള്ള പൊടിയൊക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ മുളക് പൊടി, ചായപ്പൊടി, മല്ലിപ്പൊടി, മസാലകളൊക്കെ ഒരു ടിന്നിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പൊടികളൊക്കെ നമുക്ക് നോമ്പിൽ എന്തായാലും ആവശ്യം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ ടിന്നുകളിലാക്കി ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോമ്പിന് മുമ്പായിട്ട് ചെയ്ത് വെക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതേപോലെ സവാള, ഉള്ളിയൊക്കെ നന്നാക്കി വെക്കുക, തേങ്ങ ചിരവി വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോമ്പിൽ എന്തായാലും അടുക്കളയിൽ കുറച്ചധികം സമയമൊക്കെ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് നോമ്പിന് മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയങ്ങളിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.